HTML കുറച്ച് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ടാഗുകളാണ്. നേരത്തെ നമ്മൾ H1 ഹെഡിങ് ടാഗ് നോക്കിയിട്ടുണ്ടായിരുന്നു. H1 മുതൽ H6 വരെയുള്ള ഡിഫറെൻറ്റ് സൈസിലുള്ള അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹെഡിങ് കൊടുക്കാനുള്ള. ഇപ്പോൾ ടെക്സ്റ്റ് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് ടാഗ്സ് അവൈലബിൾ ആണ്. കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഹെഡിങ് ടാഗ് നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുകൂടാണ്ട് നമുക്ക് ഈ പാരഗ്രാഫ് എന്ന് പറയുന്ന ഒരു ടാഗ് ഉണ്ട്. നമുക്കിവിടെ ഇതിലും അതേപോലെ സിമ്പിളായിട്ട് നമുക്ക് ടെക്സ്റ്റും കാര്യങ്ങളും കൊടുക്കാൻ പറ്റും. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ അങ്ങനെ ഇപ്പോൾ ഞാനിവിടെ ഓട്ടോമാറ്റിക് റീലോഡിംഗ് ഉണ്ടായതുകൊണ്ട് ഇവിടെ ആ കണ്ടന്റ് ഇവിടെ കാണുന്നുണ്ട്. പിന്നെ വേറൊരു ടാഗ് നമുക്ക് കോമൺ ആയിട്ട് കൊടുക്കുന്ന ഉപയോഗിക്കുന്ന ഒരു ടാഗാണ് നമ്മുടെ സ്പാൻ എന്ന് പറയുന്ന ഒരു ടാഗ്. ഇതും ടെക്സ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ടാഗാണ്. അപ്പോൾ ഈ സ്പാൻ ടാഗിനും ഇതേപോലെ കണ്ടന്റ് കൊടുത്തു. അതിവിടെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി ഞാനിവിടെ എനിക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടെക്സ്റ്റിനെ എനിക്ക് കുറച്ച് ബോൾഡ് ആക്കിയിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന വേറൊരു ടാഗാണ് പി എന്ന് പറയുന്ന ടാഗ്. ടെക്സ്റ്റിൻ്റെ ടാഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ടെക്സ്റ്റിൻ്റെ കൂടെ നമുക്ക് ഇതിനെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പം ദിസ് ഇസ് അപ്കോഡ് ട്രെയിനിങ് എന്നുള്ളത് ഞാൻ കൊടുത്തു. അപ്പോൾ ഇതിലൂടെ ഈ അപ്കോഡ് എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റ് മാത്രം നമുക്കിവിടെ ബോൾഡ് ആക്കി. അങ്ങനെ ബോൾഡ് വരാനുള്ള കാരണം ഞാനിവിടെ ഇതിനെ ബി ടാഗ് വെച്ച് സറൗണ്ട് ചെയ്തുകൊണ്ടാണ്, അതിനെ റാപ്പ് ചെയ്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ വന്നിട്ടുള്ളത്. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഞാൻ ശരിക്കും ഇവിടെ ഒരു എൻട്രി കീ അടിച്ചിട്ടുണ്ട്. അതേപോലെ ബി ടാഗ് കഴിഞ്ഞിട്ട് എൻട്രി കീ, ഇതും ഒരു 4-5 ലൈൻ വെച്ചിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ എല്ലാം കാണിക്കുന്ന ഒറ്റ ലൈനിലാണ്. നമ്മൾ ഇവിടെ എത്ര എൻട്രി കീ കൊടുത്തുന്നോ അല്ലെങ്കിൽ ഇവിടെ ഞാൻ ഒരുപാട് എൻട്രി കീ കൊടുത്തു, അതൊന്നും ശരിക്കും ഇതിനെ സംബന്ധിച്ച് ഇവിടെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഇതെപ്പോഴും നോക്കുന്നത് ഈ വൈറ്റ് സ്പേസ് എല്ലാം കളഞ്ഞൊരു ടാഗിനെ മാത്രമേ നോക്കുള്ളൂ. പി ടാഗ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എൻഡ് ചെയ്തു, അപ്പോൾ അത് മാത്രം ഒരു ലൈൻ്റെ അങ്ങനെയുള്ളത്. ഓക്കെ, ഇതിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഇപ്പോൾ ഈ പാരഗ്രാഫ് ആണെങ്കിലും H1 ആണെങ്കിലും നമുക്ക് ഇതെല്ലാം ഇതേപോലെ ടെക്സ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ടാഗുകളാണ്. ഇനി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു ടാബാണ് ലേബൽ എന്ന് പറയുന്നത്. ലേബൽ എന്നുള്ളത് ഈ പാരഗ്രാഫിൻ്റെയും സ്പാനിൻ്റെയും പോലെ നമ്മൾ പിന്നെ കൊടുക്കുന്ന ഒരു ടാഗല്ല, അങ്ങനെ ടെക്സ്റ്റിന് വേണ്ടി കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടാഗല്ല. അതിന് നമ്മൾ വേറെ ടാഗിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ടാഗാണ്. അത് നമ്മൾ പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്നാലും ടെക്സ്റ്റ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടാഗ് തന്നെയാണ് ലേബൽ എന്ന് പറയുന്ന ടാഗും. ഇതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ പാരഗ്രാഫ് ടാഗും സ്പാനും രണ്ടും ഏകദേശം സിമിലർ ആയിട്ട് ടെക്സ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ടാഗാണ്. അപ്പോൾ ഈ ടാഗിന് തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ ദിസ് ഇസ് സ്പാൻ, പിന്നെ ഈ ഫസ്റ്റ് നെയിം എന്ന് പറയുന്ന ലേബൽ. ഓക്കെ, അപ്പോൾ ഈ രണ്ടും ഒരേ ലൈനിൽ തന്നെ വന്നിട്ടുള്ളത്. ദിസ് ഇസ് സ്പാൻ എന്ന് കഴിഞ്ഞാൽ തൊട്ട് അതിൻ്റെ ശേഷം തന്നെയാണ് ഈ ലേബലും വന്നിട്ടുള്ളത്. പക്ഷേ ഈ പാരഗ്രാഫ് ടാഗിൻ്റെ ലൈനിൽ ഒന്നും നിൽക്കുന്നില്ല. പാരഗ്രാഫ് ടാഗ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്, ഇത് രണ്ടും ഒരു ലൈനിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ടാഗുകൾ നമുക്ക് രണ്ട് ടൈപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഒന്ന് ബ്ലോക്ക് ടൈപ്പും ഒന്ന് ഇൻലൈൻ ടൈപ്പും. ബ്ലോക്ക് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം അത് ബ്ലോക്ക് ചെയ്യും. മൊത്തം ഇപ്പം ഞാനിവിടെ ഇൻസ്പെക്ട് ചെയ്തിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഇതിനെ എങ്ങനെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ പാരഗ്രാഫ് ടാഗിൻ്റെ ഇവിടെ ഞാൻ കർസർ വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ മേലെ കാണാൻ പറ്റും അത് ഫുൾ വിഡ്ത്തിൽ അതിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഈവൻ അതിൻ്റെ കണ്ടന്റ് വളരെ കുറച്ചേ ഉള്ളൂ. ദിസ് ഇസ് അപ്കോഡ് ട്രെയിനിങ് എന്നുള്ളത് വളരെ ചെറിയ കണ്ടന്റ് ആണെങ്കിൽ പോലും മൊത്തം സൈസിലുള്ള വിഡ്ത്ത് അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അങ്ങനത്തെ എലമെന്റിനെ നമ്മൾ വിളിക്കുന്നതാണ് ബ്ലോക്ക് ടൈപ്പ്. പാരഗ്രാഫ് എന്നുള്ള ഒരു ബ്ലോക്ക് ടൈപ്പ് ടാഗാണ്. ബ്ലോക്ക് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം വിഡ്ത്ത് യൂട്ടിലൈസ് ചെയ്യും. അത് നിൽക്കുന്ന ലൈനിൽ വേറൊരാൾ നിൽക്കാൻ സമ്മതിക്കില്ല. അത് ഒറ്റയ്ക്ക് ഒരു ലൈനിൽ സ്വന്തമായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. ഓക്കെ, പിന്നെ സ്പാൻ എന്ന് പറയുന്നത് ബ്ലോക്ക് ടൈപ്പ് അല്ല, ഇൻലൈൻ ടൈപ്പ് എന്നാണ് പറയാം. ഇൻലൈൻ ടൈപ്പ്. ഇപ്പോൾ ഇൻലൈൻ ടൈപ്പ് ടാഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ഈ സ്പാൻ ടാഗിൻ്റെ കേസിൽ എത്രയാണോ ടെക്സ്റ്റ് ഉള്ളത് അത്രയും സൈസ് മാത്രമേ അത് ഉപയോഗപ്പെടുത്തുന്നുള്ളൂ. അല്ല, നിങ്ങൾക്ക് അത് ഹൈലൈറ്റ് ചെയ്ത് മനസ്സിലാവും. എത്രയാണോ അതിൽ സൈസ് കണ്ടന്റ് ഉള്ളത് അത്രയും സൈസ് മാത്രമേ അത് ഉപയോഗപ്പെടുത്തുന്നുള്ളൂ. മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ അതേപോലെ ഈ ലേബലും അതേപോലെ ഇൻലൈൻ ടൈപ്പാണ്. അപ്പോൾ ഇൻലൈൻ ടൈപ്പിന് എത്രയാണോ അതിൻ്റെ കണ്ടന്റ് അത്രയും വിടുത്ത് മാത്രമേ അത് ഡീഫോൾട്ടായിട്ട് ഉപയോഗപ്പെടുത്തുള്ളൂ. പിന്നെ ഈ ഇൻലൈൻ ടൈപ്പിൻ്റെ മൾട്ടിപ്പിൾ ടാഗ് നമുക്ക് അതിൻ്റെ കണ്ടന്റിൻ്റെ വിടുത്ത് മാത്രമേ ഉപയോഗപ്പെടുത്തുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ടാഗുകൾ ഒരേ ലൈനിൽ കൊടുക്കാൻ പറ്റും.
ഓക്കെ. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ടാഗ്, ബ്ലോക്ക് ടൈപ്പും ഇൻലൈൻ ടൈപ്പും. ബ്ലോക്ക് ടൈപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റയർ വിഡ്ത്ത് ഉപയോഗപ്പെടുത്തും. ഇൻലൈൻ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടന്റ് സൈസ് എത്രയാണോ അത്രയും സൈസാണ് അത് ഡീഫോൾട്ടായിട്ട് ഉപയോഗപ്പെടുത്തുക. പിന്നെ അതിൻ്റെ അതേ ലൈനിൽ തന്നെ മൾട്ടിപ്പിൾ ടാഗുകൾ നമുക്ക് കൊടുക്കാനും പറ്റും. ഓക്കെ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ടെക്സ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ടാഗുകളാണ്. ഈ ഹെഡിങ് ടാഗുകളും പാരഗ്രാഫും സ്പാനും ലാബും എല്ലാം നമുക്ക് ടെക്സ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ടാഗുകളാണ്. ഓക്കെ. പിന്നെ നമുക്ക് ഏത് ടാഗ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിൻ്റെ മേലെ സ്റ്റൈൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പം സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പം ഞാനൊരു ഫിഷ് കറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഷ് മാത്രം പോരാ, അതിൽ നമുക്ക് വേറെ മസാലയും കാര്യങ്ങളെല്ലാം വേണം, എന്നാലും നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റിലോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതേപോലെയാണ് ടാഗ് മാത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ ജസ്റ്റ് പ്ലെയിൻ ടെക്സ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന ഒരു സ്റ്റൈലിലോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് സ്റ്റൈൽ അപ്ലൈ ചെയ്യണം. അങ്ങനെ സ്റ്റൈൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ടാഗിന് വേണമെങ്കിലും സ്റ്റൈൽ അപ്ലൈ ചെയ്യാൻ പറ്റും. സ്റ്റൈൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഡയറക്റ്റ് സ്റ്റൈൽ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ സ്റ്റൈലിൽ നമുക്ക് ഒരുപാട് പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്. ഇപ്പം ഈ കളർ എന്ന് പറയുന്നത് ടെക്സ്റ്റ് കളർ മാറ്റാനുള്ളതാണ് ഈ കളർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കളർ എന്ന് പറഞ്ഞ് കൊടുത്തു, എന്നിട്ട് ഫുൾ കോളൻ, എന്നിട്ട് എനിക്ക് ഇവിടെ അതിൻ്റെ വാല്യൂ കൊടുക്കാൻ പറ്റും. ഞാനിവിടെ വന്നിട്ട് ബ്രൗൺ എന്നുള്ള വാല്യൂ കൊടുത്തു. പിന്നെ നമ്മൾ സെമി കോളം കൊടുത്തു, എന്നിട്ട് എനിക്ക് അടുത്ത പ്രോപ്പർട്ടി കൊടുക്കാൻ പറ്റും. സ്റ്റൈൽ എന്ന് പറയുന്നത് കളർ മാത്രമല്ല, ഒരുപാട് ടൈപ്പ് ഓഫ് സ്റ്റൈൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ സ്പാൻ തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ ഫോണ്ട്, ടെക്സ്റ്റിൻ്റെ ഫോണ്ടിൻ്റെ സൈസ് ഞാൻ കുറച്ച് കൂട്ടുകയാണ്. ഞാനിതിനെ കൊണ്ടുവന്നിട്ട് ഒരു 20 പിക്സൽ എന്നുള്ള രീതിയിൽ ഞാനതിൻ്റെ സൈസ് കുറച്ച് കൂട്ടുകയാണ്. ഓക്കെ. ഇവിടെ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, ഈ സ്പാനിനെ കളറും കൊടുത്തു, അതുപോലെ ഫോണ്ടിൻ്റെ സൈസ് ഞാനൊരു 20 പിക്സൽ ആക്കിയിട്ട് കൂട്ടി. ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഈ സ്പാന് ആ കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലേ. ദിസ് ഇസ് സ്പാൻ എന്ന് പറയുന്ന ആ ഒരു പോർഷന് മാത്രം ആ കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഡെവലപ്പർ ടൂൾസ്, ക്രോമിലുള്ള ഡെവലപ്പർ ടൂൾസ് നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ വന്നിട്ട് ഇതിൻ്റെ മേലെ ഞാനിവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സ്പാനിനെ ഇവിടെ താഴെ കാണിച്ചു തരും, സെലക്ട് ചെയ്തിട്ട് കാണിച്ചു തരും. അപ്പോൾ ഇതിൽ നമ്മളിവിടെ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ള സ്റ്റൈൽ മൊത്തത്തിൽ ലോഡാവും. എലമെന്റ് ഡോട്ട് സ്റ്റൈൽ എന്നുള്ളതിൻ്റെ അണ്ടറിൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള മുഴുവൻ സ്റ്റൈലുകളും ലോഡാവും. എനിക്ക് ഇവിടെ വെച്ചിട്ട് ഇതിനെ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ വന്നിട്ട് ഞാൻ ഇതിനെ ഗ്രീൻ ആക്കിയിട്ട് മാറ്റുകയാണ്. അപ്പോൾ ഗ്രീൻ ആക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ കളർ ഗ്രീൻ ആയിട്ട് മാറി. ഇപ്പോൾ ഇത് ഗ്രീൻ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ലുക്ക് എന്നുള്ളതെല്ലാം എനിക്ക് ഇവിടെ വെച്ച് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇതിൻ്റെ സൈസ് ഞാൻ ഇവിടുന്ന് മാറ്റിയിട്ട് 30 ആക്കി നോക്കി. 30 സൈസ് ഉണ്ടെങ്കിൽ അതിന് എത്ര ഏത് രീതിയിൽ അത് കാണുക എന്നുള്ളതെല്ലാം എനിക്ക് ഇവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ഈ ഡെവലപ്പർ ടൂൾസിൽ വന്നിട്ട് ഒരു എലമെൻറ്റിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ സ്റ്റൈൽ സെക്ഷനിൽ നമുക്ക് അതിൻ്റെ സ്റ്റൈൽ തൽക്കാലത്തേക്ക് എഡിറ്റ് ചെയ്ത് നോക്കാൻ പറ്റും. എന്നിട്ട് ഞാനിതിനെ റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, പക്ഷേ ഇതിപ്പോൾ ഇവിടെ ഗ്രീൻ കളറും ഫോണ്ട് സൈസ് 30 ആണ്. പക്ഷെ നമ്മൾ ആക്ച്വൽ കോഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും അതിൻ്റെ കളർ ബ്രൗൺ, ഫോണ്ട് സൈസ് 20 പിക്സലാണ്. അപ്പോൾ ആക്ച്വൽ കോഡിൽ ഇപ്പോഴും ഇതായതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് ഇതിനെ ഒന്ന് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, പഴയ ആക്ച്വൽ കോഡിൽ എന്താണോ അതാണ് നമുക്ക് വീണ്ടും തിരിച്ചു കിട്ടുക. ഓക്കെ. അപ്പോൾ നമ്മൾ നോക്കിയിട്ടുള്ളത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടെക്സ്റ്റ് എലമെൻറ്റ്സ് നോക്കി, അല്ലെങ്കിൽ ടെക്സ്റ്റ് ടാഗ്സ് നോക്കി, അതേപോലെ നമുക്ക് എങ്ങനെ സ്റ്റൈൽ കൊടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ നോക്കി.